സംയോജിത ചേരി വികസന പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ ശോചനീയാവസ്ഥയിൽ ഉള്ള മധുരവീരൻ കോളനിയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാൻ തീരുമാനം. 7.2 കോടി രൂപ വകയിരുത്തി 64 വീടുകൾ ഉൾപ്പെട്ട ഫ്ളാറ്റാണ് നിർമ്മിക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് തീരുമാനം. മഴയത്ത് ചോർന്നൊലിക്കുന്ന മേൽക്കൂര, ഇടിഞ്ഞു വീഴാറായ ചുമരുകൾ, ഒറ്റമുറിയും അടുക്കളയുമുള്ള ഈ വീട്ടിൽ വർഷങ്ങളായി നരകിച്ചു കഴിയുകയാണ് പാലക്കാട് നഗരത്തിനുള്ളിലെ മധുരവീരൻ കോളനിയിലെ 60ഓളം കുടുംബങ്ങൾ. 44 വീടുകളാണ് ഇവിടെയുള്ളത്. ഭൂരിഭാഗം വീടുകളിലും ഒന്നിലേറെ കുടുംബങ്ങൾ നരകിച്ചു കഴിയുന്നു. സംയോജിത ചേരി വികസന പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് മധുരവീരൻ കോളനിയെ സർക്കാർ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. 64 വീടുകളുള്ള ഫ്ളാറ്റാണ് ഇവിടെ പണിയുന്നത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. കിടക്കാനൊരു മുറിയും ഒരു അടുക്കളയും മാത്രമാണ് അംഗങ്ങൾ എത്ര ഉണ്ടായിട്ടും ഇവിടെ ഉള്ളത്. ഏതാണ്ട് 50ഓളം വരുന്ന കുടുംബങ്ങൾ ഏറ്റവും പ്രയാസത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. വളരെ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഫ്ളാറ്റുകൾ ഇവിടെ നിർമ്മിച്ചു കൊടുക്കുകയാണ്. 400 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് തയ്യാറാക്കുക. ഓരോ വീടിനും 2 ബെഡ്റൂം, അടുക്കള, സ്റ്റോർ റൂം എന്നിവ ഉണ്ടായിരിക്കും. 7,20,00,000 രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ നഗരസഭ 1,72,00,000 രൂപയും IHSDP പദ്ധതിയിൽ 1,81,00,000 രൂപയും ബാക്കി തുക പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും എടുക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, പാലക്കാട്.